നമ്മുടെയൊക്കെ ഉള്ളിലൊരു വലിയ എനർജിയുണ്ട് അല്ലേ? പക്ഷെ ദിവസം കഴിയുമ്പോഴേക്കും ഈ എനർജിയൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും അത് പല വഴിക്കായി ചിതറിപ്പോവുകയാണ്. അപ്പോ ഈ വിലപ്പെട്ട ഊർജത്തെയൊക്കെ ഒന്നിച്ചു കൂട്ടി നമ്മുടെ ഉള്ളിലെ ശക്തിയും സമാധാനവും എങ്ങനെ വീണ്ടെടുക്കാം? നമുക്ക് ഈ ഒരു വിശകലനത്തിലൂടെ ഒന്ന് നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, രാവിലെ എണീക്കുമ്പോഴുള്ള ആ ഒരു ഫ്രഷ്നെസ്, ആ ഒരു എനർജി ഉച്ചയാവുമ്പോഴേക്കും എവിടെയാ പോയി മറയുന്നത്? എന്തെങ്കിലും കാര്യത്തിലൊന്ന് ശ്രദ്ധ കൊടുക്കാൻ നോക്കുമ്പോഴേക്കും മനസ്സിങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നത് പോലെ തോന്നാറില്ലേ? എങ്ങോട്ടാണ് നമ്മുടെ ഈ ഊർജ്ജമൊക്കെ ഇങ്ങനെ ചോർന്നു പോകുന്നത്? ശരിക്കും പറഞ്ഞാല് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയാൽ മതി ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ അങ്ങ് മാറി മറിഞ്ഞേക്കാം. ഈ ചിതറിപ്പോകുന്ന ഊർജ്ജമുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കെപ്പോഴും ഒരു ക്ഷീണം, ഒരു തളർച്ച, ഒരു ബലക്കുറവൊക്കെ തോന്നുന്നില്ലേ? അതിന്റെയൊക്കെ പ്രധാന കാരണം ഇതുതന്നെയാണ്. ഈ കാണുന്നതുപോലെ നമ്മുടെ എനർജിയും ഒരു കൺട്രോളുമില്ലാതെ പല ഭാഗത്തേക്കായി ചിതറിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ ഊർജം മോഷ്ടിക്കുന്ന ഒന്നാമത്തെ കള്ളനാരാണെന്നറിയാമോ? അത് വേറൊന്നുമല്ല, നമ്മുടെ ആവശ്യമില്ലാത്ത ടെൻഷനുകളാണ്. നാളെ എന്ത് നടക്കും? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഞാൻ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഇങ്ങനെ ഒരുപക്ഷെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൂട്ടി നമ്മൾ എത്രമാത്രം എനർജിയാണ് ഓരോ ദിവസവും വെറുതെ കളയുന്നത്. രണ്ടാമത്തെ കാരണം, അത് നമുക്കെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും. മണിക്കൂറുകളോളം ഫോണിൽ സോഷ്യൽ മീഡിയ നോക്കിയിരിക്കുക, ഒരു കാര്യവുമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, അല്ലെങ്കിൽ വെറുതെ സമയം കൊല്ലുന്ന എന്തേലും കാര്യങ്ങളിൽ മുഴുകുക. നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണവും ചെയ്യാത്ത ഈ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ഇവരാണ് നമ്മുടെ എനർജിയെ പതുക്കെ പതുക്കെ കാർന്നു തിന്നുന്നത്. ഇതിലെ ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്നറിയാവോ? നമ്മൾ ശരിക്കും സന്തോഷം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്, പക്ഷെ അവിടെയും നമ്മൾ തോറ്റുപോവുകയാണ്. അതെന്തുകൊണ്ടാ? കാരണം നമ്മുടെ ബേസിക് എനർജി തന്നെ ചോർന്നു പോകുമ്പോൾ മനസ്സിന് പിന്നെ എപ്പോഴും ഒരു അസ്വസ്ഥതയായിരിക്കും. അതോടെ സന്തോഷം നമ്മുടെ ഒരു നോർമൽ സ്റ്റേറ്റ് അല്ലാതായി മാറും. പകരം നമ്മൾ എപ്പോഴും അതിനെ തേടി നടക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോ ഈ ചിതറിപ്പോയ എനർജിയൊക്കെ ഒരുമിച്ചു കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായുമുണ്ട്. പരംപൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി 1974 തന്നൊരു സന്ദേശത്തിൽ ഇതിനൊരു കിടിലൻ പരിഹാരം പറയുന്നുണ്ട്. അതിന്റെ പേരാണ് സംയമം, അതായത് ആത്മനിയന്ത്രണം. അതൊരു മാന്ത്രിക താക്കോൽ പോലെയാണ്. സംയമം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തൊക്കെയോ ത്യാഗം ചെയ്യണം, ഇഷ്ടമുള്ളതൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ ആവും അല്ലേ? പക്ഷെ സത്യം അതല്ല. ഒരു ഉദാഹരണം പറയാം. ഒരു അണക്കെട്ടിലെ വെള്ളം തടഞ്ഞു നിർത്തുമ്പോൾ അതിന് എന്തുമാത്രം പവർ ഉണ്ടാവും, അതുപോലെയാണ് ഇതും. നമ്മുടെ ചിതറിപ്പോകുന്ന എനർജിയെ വെറുതെ കളയാതെ അതിനെ വളരെ സ്മാർട്ടായിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുന്നൊരു പ്രോസസ്സാണ് സംയമം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ആ എനർജി ഓജസ്സായി മാറും. പിന്നെ സന്തോഷവും ഉന്മേഷവും ഒക്കെ ഒരു പുഴ പോലെ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകിയെത്തും. അപ്പൊ നമുക്ക് ആ ഋഷിവര്യന്റെ വാക്കുകളിലേക്ക് തന്നെ നേരിട്ട് പോകാം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണെങ്കിലും ഇന്നും അതിന് ഒരു മാറ്റവുമില്ല. എന്താണ് ആ അമരവാണികൾ എന്ന് നമുക്ക് കേൾക്കാം. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം ഇതാണ് ആത്മശക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അതായത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും, പിന്നെ നമ്മുടെ ഓരോ നിമിഷവും, നമ്മുടെ ഓരോ ചിന്തയും, ഇവയൊക്കെ വെറുതെ പാഴാക്കുന്നത് നിർത്തിയിട്ട് നല്ല ക്രിയേറ്റീവായ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടാൽ പിന്നെ ഈ ലോകത്ത് നമ്മളെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. അത്രയ്ക്ക് സിമ്പിളാണ് കാര്യം. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുക? അതൊരു ചെറിയ മാറ്റമൊന്നുമല്ല. കൺഫ്യൂഷൻ മാറി നല്ല ക്ലാരിറ്റി വരും. ആ ഒരു ബലഹീനതയുടെ സ്ഥാനത്ത് സ്വയം വിജയിച്ചൊരു ഫീൽ വരും. അതൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ്. ഈ രണ്ട് അവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? സംയമം ഇല്ലാത്തപ്പോൾ മനസ്സ് ഒരു കൊടുങ്കാറ്റുപോലെയാണ്, ചിതറിത്തെറിച്ചും അസ്വസ്ഥമായും ഇരിക്കും. പക്ഷേ സംയമം പരിശീലിക്കുമ്പോഴോ, ആ ചിതറിപ്പോയ ശക്തിയെല്ലാം ഒന്നായി ചേർന്ന് ഉള്ളിൽ പ്രകാശിക്കുന്ന ഒരു എനർജി ബോൾ പോലെയാകും. അപ്പോൾ പിന്നെ സന്തോഷം നമ്മൾ തേടി നടക്കേണ്ടി വരില്ല. അത് നമ്മുടെ ഒരു ഡീഫോൾട്ട് സെറ്റിംഗായി മാറും, നമ്മുടെ സ്വാഭാവികമായ അവസ്ഥ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് ഓർത്തുവെക്കേണ്ടത്? ഒന്നാമത്തേത്, നിങ്ങളുടെ എനർജിയെ ഒരു നിധി സൂക്ഷിക്കുന്ന പോലെ സംരക്ഷിക്കുക. രണ്ടാമത്, സംയമം എന്ന പ്രാക്ടീസിലൂടെ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പ്രകാശം, ആ ഒരു തേജസ് വർദ്ധിപ്പിക്കുക. മൂന്നാമതായി ഓർക്കേണ്ടത്, എനർജി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ സന്തോഷം ഓട്ടോമാറ്റിക്കായി വരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ എന്റെ സമയവും ചിന്തകളും ഞാൻ വിലപ്പെട്ട കാര്യങ്ങൾക്കു വേണ്ടി മാത്രമേ ഉപയോഗിക്കൂ. അപ്പോ ഈ ഒരു ചിന്തയോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്.
ചിതറിക്കിടക്കുന്ന നൂറുകണക്കിന് കാര്യങ്ങളിൽ നിങ്ങളുടെ എനർജി പാഴാക്കുന്നതിന് പകരം ഇന്ന് നിങ്ങളുടെ ശക്തിയെ ഏതൊരൊറ്റ വലിയ ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ തിരിച്ചുവിടാൻ പോകുന്നത്? ആലോചിച്ചു നോക്കൂ. ആ തീരുമാനം പൂർണ്ണമായും നിങ്ങളുടേതാണ്.